ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 83ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് പാർട്ടിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പാർവണ, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശിവ കാറിൻ്റെ കീ എടുത്ത് പുറത്തേക്ക് പോയി. ശിവാനി ആണെങ്കിൽ ഫോണിൽ ആരോട് സംസാരിച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് അമ്മുവും ഭദ്രയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും ഇല്ലാത്തതിനാൽ അവൾ റൂമിലേക്ക് നടന്നു. ശിവയില്ലാത്തതുകൊണ്ട് ആകെ ബോറടിക്കുന്ന പോലെ. അവൾ ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന ശിവയുടെ ബുക്കുകളെല്ലാം എന്നെ എടുത്തു നോക്കി. എൻ്റെ അമ്മോ, ഇതെല്ലാം ഇംഗ്ലീഷാണല്ലോ. വല്ല ബാലരമ്യ കണിക്കൊടുക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കായിരുന്നു. അത് പറഞ്ഞ് അവൾ ഫോൺ എടുത്തുകൊണ്ട് ബെഡിലിരുന്നു. ഫോണിൽ നോക്കിയിരുന്നപ്പോഴും അവൾ കിടന്നുറങ്ങി. ശിവ വന്ന് നോക്കുമ്പോൾ ബെഡ് ഡ്രസ്സിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്ന പാർവണിയാണ് കണ്ടത്. അവൻ ഡോർ ലോക്ക് ചെയ്ത് അവളുടെ അരികിലേക്ക് വന്നു. കയ്യിലുള്ള ഫോൺ വാങ്ങി ടേബിളിന് മുകളിൽ വെച്ച് അവൻ പതിയെ അവളെ ബെഡിലേക്ക് എടുത്ത് കിടത്തി. ശേഷം ടവലും എടുത്ത് ബാത്റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി വന്നു. അപ്പോഴും പാർവണ നല്ല ഉറക്കത്തിലായിരുന്നു. അത് കണ്ട് ശിവ പതിയെ അവളുടെ അടുത്ത് വന്ന് കിടന്നു. ശേഷം അവളുടെ നെറ്റിയിൽ ഒന്ന് ഉമ്മ വെച്ചു. എന്നാൽ അവൾ അതൊന്നും അറിഞ്ഞില്ല. അവനൊന്ന് താഴ്ന്ന് അവളുടെ കവളിൽ ഉമ്മ വെച്ച് നോക്കി. എന്നിട്ടും അവൾ എഴുന്നേൽക്കുന്നില്ല. പാർവണ, അവൻ പതിയെ അവളുടെ കാതിലായി വിളിച്ചിട്ട് ഒരു പ്രതികരണവും ഇല്ല. ഇങ്ങനെ ഒരു ഉറക്കപ്രാന്തി വെച്ചിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ആഘോഷിക്കുമെന്തോ. വാഴ വെട്ടിയിട്ട് പോലെ കിടക്കുന്ന പാർവണയെ നോക്കി അവൻ ആത്മകഥിച്ചു. അപ്പോഴാണ് അവൻ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താൻ ചാർത്തിയ താലി കണ്ടത്. അത് പതിയെ എടുത്തു നോക്കി. ശേഷം ശിവ എന്തോ ആലോചിച്ചുകൊണ്ട് ആ മാല പതിയെ അവളുടെ കഴുത്തിൽ നിന്ന് അഴിച്ചെടുത്ത് ഷെൽഫിൽ കൊണ്ടുപോയി വെച്ചു. എന്നാൽ അതൊന്നും അറിയാതെ പാർവണ നല്ല ഉറക്കത്തിലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി മുറിവെല്ലാം ഡ്രസ് ചെയ്ത് കണ്ണൻ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാനും മറ്റും സഹായിച്ചിരുന്നത് ആരുമാണ്. വീട്ടിൽ വന്ന ഭക്ഷണം പോലും കഴിക്കാതെ അവൻ നേരെ ബെഡിലേക്ക് കിടന്നു. അന്ന് ആക്സിഡന്റ് പറ്റിയതിനു ശേഷം ഫോൺ ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് അവൻ ഫോൺ ഒന്ന് എടുത്തു നോക്കി. അപ്പോഴാണ് പണ്ട് അയച്ചിരുന്ന ഒരു മെസ്സേജ് അവന്റെ കണ്ണിൽ പെട്ടത്. അവന്റെ ആത്മസഖിയുടെ. അന്ന് ആരാണെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ആരാണെന്ന് കൃത്യമായി അവൻ അറിയാം. അവൻ ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഫസ്റ്റ് റിങ്ങിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. എനിക്ക് തന്നെ ഒന്ന് കാണണമായിരുന്നു, കുറച്ച് സംസാരിക്കാനുണ്ട്. കോൾ എടുത്തതും കണ്ണൻ പറഞ്ഞു. അതിനെന്താ, സംസാരിക്കാമല്ലോ. സമയവും സ്ഥലമൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ വരാം. നാളെ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും. അതിനു മുമ്പേ കാണാം. സമയവും സ്ഥലമൊക്കെ നാളെ ഞാൻ അറിയിക്കാം. ശരി. അത് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. എനിക്കറിയാം ആദ്യേട്ടൻ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന്. ഏട്ടൻ കരുതും ചിലപ്പോൾ എനിക്കെല്ലാം ഒരു കളി തമാശയാണ്. പക്ഷെ അല്ല, ഇയാളോട് എനിക്ക് ഇന്നോ ഇന്നലെ തുടങ്ങിയ ആരാധനയൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് ഈ മുഖം മായ്ച്ചു കളയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രശ്മി ഫോൺ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. ശരീരത്തിൽ എന്തോ ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് പാർവണ പതിയെ കണ്ണു തുറന്നത്. അപ്പോഴാണ് തൻ്റെ മാറിൽ തലവെച്ച് തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ശിവയെ അവൾ കണ്ടത്. അവൻ്റെ മുടിയിൽ വെള്ള നനവുണ്ട്. അതുകൊണ്ട് തൻ്റെ ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മുണ്ട് മാത്രമാണ് വേഷം, ഷർട്ട് ഇട്ടിട്ടില്ല. പാർവണ പതിയെ തന്നിൽ നിന്നും ശിവയെ ഇറക്കി കിടത്താൻ ശ്രമിച്ചതും ശിവ ഒന്നുകൂടെ അവളോട് ചേർന്ന് കിടന്നു. ശിവ, നീ എപ്പോഴാ വന്നേ? അവ ചോദിച്ചു. കുറച്ചു നേരമായി. ഞാൻ വരുമ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു. 1-2 തവണ വിളിച്ചു നോക്കി, പക്ഷെ എവിടെ അറിയാൻ. അവളുടെ മേൽ തല വെച്ച് കിടന്നുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു. സമയം 3 മണി കഴിഞ്ഞു ശിവ. അവിടെ ശിവാനി അമ്മ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. അവൾ അത് പറഞ്ഞപ്പോൾ മറുപടിയായി ശിവ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഞാൻ താഴേക്ക് പൊക്കോട്ടെ ശിവ? തൻ്റെ മേൽ നിന്ന് അവൻ എഴുന്നേൽക്കുന്നില്ല എന്ന് മനസ്സിലായെന്ന് പാർവണ പറഞ്ഞു. നിനക്ക് താഴേക്ക് പോവാൻ എന്താ തിരക്കുന്നതൊക്കെ എനിക്കറിയാം. നീ പേടിക്കണ്ട, ഞാൻ അങ്ങനെ വെറുതെ കിടക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതങ്ങനെയൊന്നുമില്ല. എന്താ കള്ളം പിടിക്കപ്പെട്ടതുപോലെയുള്ള ഭാവത്തിൽ പാർവണ പറഞ്ഞു. ആണോ? ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കുന്ന. അവൻ അല്പം മുഖമുയർത്തി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എങ്ങോട്ടേക്കാ പോയത്? പാർവണ അവൻ്റെ നെറുകിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇവിടെ അടുത്തെൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. പക്ഷെ കാണാൻ പറ്റിയില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ പോയി നോക്കണം. അപ്പൊ ഇനി പോവോ? പോവണം. അത് പറഞ്ഞ ശിവ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു.
പാർവണി ഇരു കൈകൾ കൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് അങ്ങനെ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞത് അവൻ അവളിൽ നിന്ന് എണീറ്റ് മാറി. എന്നാൽ ഞാൻ പോയിട്ട് വരാം. അത് പറഞ്ഞ ശിവ ഒരു ഷർട്ട് എടുത്ത് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അവൻ പോയതും പാർവണ ബാത്റൂമിൽ പോയി മുഖമെല്ലാം കഴുകി ഫ്രഷായി താഴേക്ക് വന്നു. ദേവയ്ക്ക് തിരക്കായതുകൊണ്ട് രാമച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ദേവുവായിരുന്നു. രാമച്ചൻ പതിയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിരുന്നു. ഇടത് കൈയുടെ ചലനശേഷിയും കാലുകളുടെ ചലനശേഷിയും പതിയെ തിരിച്ചു കിട്ടി. ഡോക്ടറുടെ സഹായത്തോടെ ചെറിയ രീതിയിൽ സംസാരിക്കാനുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പാർവണയില്ലാത്തതുകൊണ്ട് രേവതിക്ക് ആ വീട്ടിലാകെ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഈ ആഴ്ചയിൽ തന്നെ ഒരു ദിവസം തുമ്പിയെ കാണാൻ പോകാമെന്ന് ദേവ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ സന്തോഷത്തിലായിരുന്നു രേവതി. പുറത്തുപോയ ശിവ വീട്ടിലേക്ക് വന്ന വീടിനുള്ളിൽ ആകെ ഒരു ബഹളമായിരുന്നു. എന്താ പ്രശ്നം? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അമ്മുവിനോട് ശിവ ചോദിച്ചു. കാണാനില്ല. എന്ത്? പാറും ചേച്ചിയുടെ തങ്ങലിമേല കാണാനില്ല. ഏട്ടൻ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ മുട്ട തുടങ്ങിയതാണ്. അത് കാണാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കാൻ തുടങ്ങിയതാ. ഈ വീട് തല കീഴായി മറിച്ചിട്ടില്ലെന്നുള്ളൂ. അത് കേട്ടതിന് ശിവയുടെ മനസ്സിൽ ഒരു വെള്ളരി വെട്ടി. ഭഗവാനെ, പണി പാടിയോ? ശിവ വേഗം സ്റ്റെപ്പുകൾ ഓടി കയറി മുകളിലെത്തി. അവിടെ മുത്തശ്ശി മുതൽ കുട്ടികൾ വരെ ഗംഭീര തെരച്ചിലായിരുന്നു. പാർവണയും കരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഈശ്വര, കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിത്തീരുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പാർവണ അരികിലേക്കായി നടന്നു. ശിവയെ കണ്ടതും പാർവണ സംഘം ഒന്നുകൂടെ കൂടാൻ തുടങ്ങി. ശിവ, എന്റെ താലി അത് കാണാനില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ശിവയ്ക്ക് എന്തോ വല്ലാത്ത സങ്കടം തോന്നി. നീ എവിടെയെങ്കിലും കണ്ടോ ശിവ? അവൾ ശിവയെ നോക്കി ചോദിച്ചു. ഭഗവാനെ, എന്തു പറയും, ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച് നാണോമാനൊക്കെ പോവല്ലോ. ഇവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നോക്കിയതാ. അതിപ്പോ എങ്ങനെയായിത്തീരുമെന്ന് ഞാൻ വിചാരിച്ച. ശിവ ആത്മകഥിച്ചോ? നിങ്ങൾ രാവിലെ കുളത്തിൽ കുളിക്കാൻ പോയപ്പോ അവിടെ എങ്ങാനും ഊരി വെച്ചോ? അങ്ങോട്ട് വന്ന മുത്തശ്ശി ചോദിച്ചു. ഇല്ല മുത്തശ്ശി, ഞാൻ അങ്ങനെയൊന്നും അത് വെക്കാറില്ല എവിടെയും. എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. റൂമിലൊക്കെ നോക്കിയാ? ശിവ ചെറിയ പതർച്ചയോടെ ചോദിച്ചു. നോക്കി ശിവ, അവിടെ ഒന്നുമില്ല. എന്നാലും ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വരാം, വാ. അവളുടെ കൈ പിടിച്ചോണ്ട് ശിവ പറഞ്ഞു. വേണ്ട ശിവ, അവിടെ മൊത്തം ഞാൻ നോക്കിയത് അവിടെ ഇല്ല. എന്നാലും ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വരാന്ന്. ഇല്ലന്ന് ഞാൻ പറഞ്ഞില്ലേ. കണ്ണ, ഒന്നിങ്ങോട്ട് വന്നേ. ശിവയുടെ മുഖഭാഗം കണ്ടത് മുത്തശ്ശി അവനെ മാറ്റി നിർത്തി ചോദിച്ചു. സത്യം പറ, നിനക്കറിയോ അതെവിടെയാന്ന്? അത് പിന്നെ അതെന്റെ കയ്യിലുണ്ട്. നീ എന്തിനാ അവളറിയാതെ എടുത്ത് മാറ്റിയത്? അത് ഞാൻ പുതിയത് ഒരെണ്ണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി മാറ്റിയതാ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നിന്റെ ഒരു സർപ്രൈസ് ഇപ്പൊ കണ്ടില്ലേ? ഈ ചക്കനെ കണ്ട് ഞാൻ തോറ്റു. മുത്തശ്ശി തലയിൽ കൈവച്ച് പറഞ്ഞു പുറത്തേക്ക് പോയി. മാല കിട്ടി, എല്ലാവരും തെരച്ചു നിർത്തിക്കോ, മുത്തശ്ശി കുട്ടികളോടായി പറഞ്ഞു. എവിടെ മുത്തശ്ശി മാല? കുട്ടികൾ ആകാംക്ഷയോടെ ചോദിച്ചു. അതൊക്കെ കിട്ടി, എല്ലാവരും താഴേക്ക് വാ, ചായ കൊടുക്കാൻ സമയമായി. അത് പറഞ്ഞ് ശിവയെ ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം മുത്തശ്ശി കുട്ടികളെയും കൂട്ടി താഴേക്ക് നടന്നു. താലി എവിടെ ശിവ? മുത്തശ്ശി കിട്ടി എന്ന് പറഞ്ഞിട്ട് കാണാനില്ലല്ലോ. പാറുണ അവനോട് ചോദിച്ചു. നീ ഇങ്ങോട്ട് വന്നേ. അത് പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് ശിവ റൂമിലേക്ക് നടന്നു. എന്താ ശിവ അവിടെ നടക്കണേ? എന്റെ മാല എവിടെ? മാല കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ എല്ലാരോടും പറഞ്ഞു നടന്നേ? അതുകൊണ്ടല്ലേ ഞാനിപ്പോ മുത്തശ്ശിയുടെ മുമ്പിൽ നാണം കെട്ടത്. പിന്നെ എന്റെ മാല കാണാനായി ഞാൻ എന്താ ചെയ്യാ? അതിന്റെ വില പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അത് പറയുമ്പോ അവളുടെ ഇതുവരെ കാണാത്ത ഗൗരവമായിരുന്നു പാർവണിയുടെ മുഖത്ത്. അതെനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അത് വെറും ഒരു ചെയിനല്ലേ. കൂടിപ്പോയോ 1-2 പാവം കാണും. അതിനേക്കാൾ നല്ല ഒരെണ്ണം ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്ന പോലെ. എനിക്കിതൊക്കെ എങ്ങനെ പറയാൻ തോന്നി ശിവ? സ്വർണത്തിന്റെ അളവ് നോക്കിയാണ് അതിന്റെ പ്രാധാന്യം കണക്കാക്കേണ്ടേ. അത് നീ എന്റെ കഴുത്തി ചാർത്തി തന്ന താലിയാണ്. അത് നഷ്ടപ്പെടുന്ന നിനക്കൊരു സങ്കടവും ഇല്ലേ? എനിക്കെന്തിനു സങ്കടം? അതുപോയ വേറെ ഒരെണ്ണം വാങ്ങണം. അത് നിന്റെ കഴുത്തി ഞാൻ തന്നെ ഇട്ട് തന്ന പോരെ. പാറനെ ദേഷ്യം പിടിപ്പിക്കാനായി അവൻ ചോദിച്ചു. അല്ല ശിവ, താലി എന്ന് പറഞ്ഞ പവിത്രമായ ഒന്നാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കളിക്കാനുള്ളതല്ല. ഞാൻ മുത്തശ്ശിയോട് പോയി ചോദിക്കട്ടെ താലി എവിടെയാന്ന്. അവൻ ശിവയെ തട്ടിമാറ്റി പുറത്തേക്ക് പോകാൻ നിന്നതും ശിവ അവളുടെ കൈ
പിടിച്ച് തന്നിലേക്ക് ചേർത്തു. ശിവ വിട്ട്, ഞാൻ ദേഷ്യത്തിലാണ് നിൽക്കണേ. അതിനിടയിലാണ് അവൻ്റെ ഒരു റൊമാൻസ്. ശിവയുടെ കയ്യിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പാർവണ പറഞ്ഞു, അടങ്ങി നിൽക്കടി എൻ്റെ ഭാര്യയെ. അത് പറഞ്ഞ് ശിവ അവളെ ചുമലിലേക്ക് ചേർത്ത് നിർത്തി. ശേഷം തൻ്റെ പോക്കറ്റിൽ നിന്ന് ചെയിൻ പുറത്തേക്ക് എടുത്തു. രാവിലെ മുത്തശ്ശിയുടെ കഴുത്തിൽ കണ്ട അതേ ചെയിൻ. ഇതെവിടുന്ന ശിവ? പാർവണ അത്ഭുതത്തോടെ ചോദിച്ചു. നീയല്ലേ പറഞ്ഞത് മുത്തശ്ശിയുടെ പുറത്ത് താലി വേണമെന്ന്, അതുകൊണ്ടാണ് ഇത് വാങ്ങി തന്നെ. എനിക്കിത് വേണ്ട ശിവ, എനിക്ക് എൻ്റെ പഴയ താലി തന്നെ മതി. ഇപ്പൊ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചാണ്ടല്ലോ. രാവിലെ നീ തന്നെയല്ലേ ഇതുപോലെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്? അതെ, പക്ഷെ എനിക്ക് എൻ്റെ പഴയ താലി മതി. ആ പഴയ താലി തന്നെയാണ് ഇത്. ആ താലി കൊണ്ട് തന്നെയാണ് ഇത് പണിയിപ്പിച്ചിരിക്കണേ. അതിനുവേണ്ടിയാണ് ഞാൻ പുറത്തു പോയേ. നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി നീ അറിയാതെ നിന്റെ കഴുത്തിൽ നിന്ന് മാല അഴിച്ചു മാറ്റിയത്. അപ്പോഴേക്കും നീ ഇവിടെ എല്ലാം വലിയ ബഹളം ഉണ്ടാക്കി ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പാർവണ ശിവയും അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന താലിയും മാറി മാറി നോക്കി. എന്താടി? അവന്റെ നോട്ടം കണ്ട് ശിവ ചോദിച്ചു. അവൾ ഒന്നുമില്ല എന്ന രീതിയിൽ തലയാട്ടി. ശിവ ഒരു പുഞ്ചിരിയോടെ തന്റെ കയ്യിലുള്ള താലി അവളുടെ കഴുത്തിലേക്ക് ചാർത്തി കൊടുത്തു. അവൾ ഇരു കണ്ണുകൾ അടച്ച് അത് ഏറ്റുവാങ്ങി. സോറി, സങ്കടപ്പെടുത്തിയെന്ന്. ഇത് കാണാതായി നീ ഇത്രയും ടെൻഷനാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ശിവ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു. എനിക്ക് നിന്നെ സ്വപ്നത്തിൽ പോലും കിട്ടുമെന്ന് വിചാരിച്ചതല്ല. നീ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിന് കാരണം ഈ താലിയാണ്. ഇതിങ്ങനെ നഷ്ടപ്പെടുത്താൻ എന്നെക്കൊണ്ട് കഴിയില്ല ശിവ. പാർവണ അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഐ ലവ് യു ഡി. ശിവ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. ലവ് യു ടു ശിവ. അവൻ്റെ നെഞ്ചിലേക്ക് ചാരുന്നുകൊണ്ട് അവളും പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. റേറ്റിംഗ് തരാതെ വെറുതെ സ്റ്റോറി വായിച്ചു പോകുന്നവരെ കർത്താവേ പ്രേതം പിടിക്കണേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നോക്കിക്കോ, നിങ്ങൾ ഉറപ്പായിട്ടും പ്രേതം പിടിക്കും.